അത് ഞാൻ നോക്കിയിട്ട് പറയാം, എന്നിട്ട് അയച്ചാൽ മതി. നന്ദിനി, നന്ദിനി, എടാ ഓടാ, വേഗം വിട്ടോടാ, ഓട്. നന്ദിനി, നന്ദിനി, സർ, അവന്മാരാണ് തട്ടിക്കൊണ്ടുപോയത്. നന്ദിനി, എന്തെങ്കിലും പറ്റിയോ? സർ, അവന്മാരാ സർ എന്നെ തട്ടിക്കൊണ്ടുപോയത്. അവന്മാരാ AC മെക്കാനിക്കലായിട്ടൊന്ന് വീട്ടിൽ വന്നത്. അവന്മാരെ നമുക്ക് കണ്ടുപിടിക്കാം. തനിക്ക് എന്തെങ്കിലും പറ്റിയോ നോക്കട്ടെ. അയ്യോ, കൈ ഒരുപാട് പൊട്ടിയല്ലോ. എന്നാലും അവന്മാരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അത് നമുക്ക് നോക്കാന്ന് പറഞ്ഞില്ലേ, താൻ വന്നേ. വാ. അന്ന് ആ വീഡിയോ ഫുട്ടേജിൽ നിന്ന് അവന്മാരെ കണ്ടെത്തേണ്ടതായിരുന്നു. അത് ഒരുത്തും വന്ന് നശിപ്പിച്ചു. അന്ന് അവന്മാരെ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഈ ഒരു വരവ് വരാൻ അവന്മാരുണ്ടാവുമായിരുന്നില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല സർ, എന്തിനാ അവർ എന്നെ തേടി തേടി വരുന്നേ? എന്താ അവർക്ക് വേണ്ടത്? എന്റെ ജീവനോ? അതൊക്കെ നമുക്ക് കണ്ടെത്താം. അതിനുള്ള മാർഗം എനിക്കറിയാം. കൈ നോക്കട്ടെ. താനോട് ഇരിക്കും, മരുന്ന് വെക്കാം. വേണ്ട സർ, ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് തുളസിയിലയുടെ നീര് മറ്റോ വെച്ചോളാം. ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? മുറിവ് പറ്റിയ മരുന്ന് വെക്കണം. താ അവിടെ ഇരുന്ന് ഇരിക്കെ. അവരെ നിസ്സാരക്കാരല്ല നന്ദിനി. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നമ്മുടെ വീടിന്റെ ഉമ്മറത്ത് വരണമെങ്കിൽ അവന്മാർക്ക് വ്യക്തമായ ഉദ്ദേശമുണ്ട്. ഒരു മിനിറ്റ് നേരത്തെ എനിക്ക് വരാൻ പറ്റിയിരുന്നെങ്കിൽ അവന്മാരെ ഞാൻ വിടില്ലായിരുന്നു. അത് പോട്ടെ സർ. കുടുംബത്ത് കയറി വന്ന് ആക്രമിക്കാൻ നോക്കിയിട്ട് അത് പോട്ടേന്നോ? എന്നെങ്കിലും എന്റെ കൈ കിട്ടും. അന്ന് അവരുടെ കൈയും കാലും ഞാൻ തല്ലി പിടിക്കും. സോറി. കുറച്ച് നീറ്റലൊക്കെ ഉണ്ടാവും. രാത്രി ഒരു തവണ കൂടി പുരട്ടിയാൽ മതി. അപ്പൊ പിന്നെ ഈ പാട് പോലും ഉണ്ടാവില്ല. അത്രയ്ക്ക് സ്ട്രോങ് മെഡിസിനാ. മതി മതി മതി. മോളിരുന്നേ, എന്താണ് സംഭവിച്ചത്? അച്ഛാ, നന്ദിനെ തട്ടിക്കൊണ്ടുപോയി വീണ്ടും വന്നു. അവർ ഉമ്മറത്ത് വന്ന് നിൽക്കുമ്പോ നന്ദിനി പുറത്തുനിന്നും വന്നു. അപ്പൊ നീ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്ന അച്ഛാ, ഞാൻ താഴേക്ക് ചെല്ലുമ്പോഴേക്കും ഇയാളെ തള്ളി വീഴ്ത്തി അവർ രക്ഷപ്പെട്ട് കളഞ്ഞു. സൂര്യ, ഇതിപ്പോ തന്നെ പോലീസിൽ പറയണം. എന്നിട്ടെന്തിനാ? കൂടിപ്പോയാ അവരെ കിട്ടിയില്ലല്ലോ എന്നല്ലേ അവര് പറയൂ. മോളെ നന്ദിനി, ഇത്തരത്തിന് നിന്നെ ദ്രോഹിക്കാൻ ആരാ മോളെ നിന്റെ ശത്രുക്കള്? എനിക്കറിയില്ല സർ. കാർത്തികൻ ജയിലില്ല, പകരം വീട്ടെന്ന് അയാളുടെ അനുജൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിലേക്ക് കാർത്തികേയനെ കണക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അവന്മാരുമായിട്ട് പ്രശ്നം ഉണ്ടാവുന്നതിന് മുമ്പേ ഇവന്മാര് നിന്റെ പുറകിലുണ്ടായിരുന്നില്ലേ? മുൻപ് ഞാൻ
പറഞ്ഞിട്ടില്ലേ സർ? ആ ജ്വല്ലറിക്കാരനും പോലീസുകാരനും ഇനി അവരെങ്ങാനും. എന്തായാലും പോലീസിൽ വിളിച്ച് പറയാം. നാളെ ഒരു പ്രശ്നം ഉണ്ടായാൽ നിങ്ങൾ കംപ്ലൈന്റ് ചെയ്തില്ല എന്ന് പറയരുതല്ലോ. ഞാനൊന്ന് വിളിച്ചു പറയട്ടെ.